ഒരുപാട് പറഞ്ഞു. ഭാവനയെ സംബന്ധിച്ചോളം നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നും നമ്മൾ എന്ന് പറയുന്ന സിനിമയിലെ പരിമളത്തെ ഓർക്കുന്നു. ഞാൻ ഭാവനയ്ക്ക് ഒരു മികച്ച കഥാപാത്രത്തിന് വലിയ സിനിമയിലൊന്നും കൊടുത്തിട്ടില്ല. ഒരു തുടക്കമായി, ഒരു നിമിത്തമായി ഭാവന എന്ന് പറയുന്നത്, ഭാവനയുടെ സിനിമയ്ക്ക് ഞാനൊരു തുടക്കമായി എന്നുള്ളത് മാത്രമല്ല, എൻ്റെ സിനിമ ഒരു തുടക്കമായി എന്നുള്ളത് മാത്രമേ. പിന്നീട് സ്വപ്നം കൊണ്ട് വന്നു. പക്ഷെ ഭാവന ഇന്നും എൻ്റെ പ്രിയപ്പെട്ട കുട്ടിയാണ്. ഞാൻ ഇന്നൊരു മോളെ പോലെയാണ് ഭാവനയെ കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. എൻ്റെ മോളെക്കാളും പ്രായം കുറവാണ് ഭാവനയ്ക്ക്. പക്ഷേ എന്നാൽ പോലും എൻ്റെ മോളുടെ സ്ഥാനം തന്നെയാണ് ഞാൻ ഭാവനയെ കാണുന്നത്. അവൾ കടന്നു പോകുന്ന വലിയ വഴി, ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് വലിയ അർത്ഥമുണ്ടാവും പദത്തിൽ. ആ പദത്തിൽ വലിയ അർത്ഥമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കാലത്തിൽ കൂടപ്പെട്ട് ആരെന്ത് കുഴിച്ചുകൂടപ്പോൾ മലയാള സിനിമയൊക്കെ തന്നെ കുഴിച്ചുകൂടാൻ ശ്രമിച്ചപ്പോൾ പോലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വലിയ പറയുന്നുണ്ട്. അതൊരു വലിയൊരു മരക്കരത്തിന് തന്നെയാണ്. ആ മരക്കരത്തിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങളൊക്കെ ഈ വേദിയിലിരിക്കുന്നവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് പല പല കാരണങ്ങളുണ്ടായിരിക്കും. എല്ലാവരും മനസ്സുകൊണ്ട് സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഭാവന എൻ്റെ പ്രിയപ്പെട്ട മുകളായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രാജലക്ഷ്മിയെ കുറിച്ച് ഇവിടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കാസർഗോഡ് സഹസംവിധായകൻ വർക്കിയും വന്നിട്ട് അധികം കാണിച്ച പാവാടയിൽ ചെറിയ കുട്ടിയായിരുന്നു. ഒരു കൗമാരൊക്കെ പോലെ എത്തിയിട്ടുണ്ട്. അന്ന് കണ്ടൊരു ബാലികയായിരുന്നു അന്നത്തെ ഭാഗ്യലക്ഷ്മിയാണ്. ഞാനൊന്നും വളരെ ചെറുപ്പമായിരുന്നില്ല. എനിക്ക് 23 വയസ്സുണ്ടാവും. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ ഈ രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ട് ഭാഗ്യലക്ഷ്മിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഭാഗ്യലക്ഷ്മി നിൽക്കുന്ന പക്ഷം ചിലപ്പോൾ ന്യൂനപക്ഷമാകും. ഒരു പക്ഷേ ഈ സിനിമയുടെ എന്താ പറയുക, ബഹുഭൂരിപക്ഷം വരുന്നവരെ എതിർക്കുമ്പോഴും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നത് എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ഒരുപക്ഷെ അവരുടെ തൊഴിലിനെ തന്നെ ബാധിക്കുമെന്ന് പോലും ഭയപ്പെടാതെ സുഹൃത്തുക്കളുടെ രീതിയിൽ ഞാൻ അവരെ കാണുന്നത്. സിബിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞാൽ തീരില്ല. കാരണം ഒരുപാട് പറയാതെ സിബി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഞങ്ങളിന്നും ആ സൗഹൃദം തുടരുന്നു. കാരണം മിക്കവാറ് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിബിയായിട്ട് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങൾക്ക് പറയാൻ എപ്പോഴും വിഷയം ഉണ്ടാവാറുണ്ട്. അത് സിനിമ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും. അപ്പോൾ സിനിമയിലൂടെ ഒരുമിച്ച് സഞ്ചരിച്ചു. ഇപ്പോൾ ചലച്ചിത്ര മേളകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ഞാനും എപ്പോഴും എന്ത് ആവശ്യത്തിന് അപ്പുറത്ത് സിബി എന്നുള്ളത് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിബി ഇവിടെ ഒരു ഫോൺ കോളിൽ അപ്പുറത്ത് ഞാനുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു ഈ ഒരു വേദി എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട്. ഇവിടെ ഷൈൻ പറഞ്ഞല്ലോ, പാപ്പിച്ചെന്ന് വിളിക്കുന്നത് അത് നൽകുന്നൊരു സ്നേഹം. കാരണം ഇവിടെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്, ഗുണദോഷിച്ചിട്ടുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, അവർ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം അവരുടെ ഡാഡിയെ കുറിച്ച് അവൻ പറഞ്ഞു. ഡാഡി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. അതും അതിജീവിച്ചുകൊണ്ട് ഷൈനിക്കുന്നു. ഇപ്പോൾ സൗബിനെ കുറിച്ച് പറഞ്ഞു. എനിക്കിവിടെ ഒരു ചെറിയ കുറ്റബോധമുണ്ട്. സൗബിൻ്റെ ഫാദറിന് ബാബു ഷാഹിറിനെ ഞാൻ വിളിച്ചില്ല, മനഃപൂർവ്വം വിളിക്കാതിരുന്നത്. കാരണം അറിയാമോ, ബാബു എൻ്റെ ഒരു നിർമ്മാതാവ് കൂടിയാണ്. ഇപ്പോൾ പറഞ്ഞില്ല, പച്ചക്കുതിരുടെ നിർമ്മാതാവ്. പക്ഷെ ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗബിൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകനാണ് സൗബിൻ. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, മണവാളനാണ് സൗബിൻ്റെ വാപ്പാന്ന് പറയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതാണ് ബാബു ഷാഹിർ. അപ്പോൾ ഈ ബാബുവിനെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ എറണാകുളത്തിൽ ഒരുപാട് നിർമ്മാതാക്കളുണ്ട്, എൻ്റെ സിനിമകളിൽ നിർമ്മാതാക്കളുണ്ട്. അവരെയൊക്കെ വിളിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ബാബുവിനോട് പറഞ്ഞേക്കണം. ഞാൻ പറയാൻ കാരണം തരുമോ, പരാതികളും പരിഭവങ്ങളും വരും. ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ പോലും വിളിച്ചിട്ടില്ല. കാരണം എനിക്ക് സൗഹൃദമുള്ള എത്രയോ നടീനടന്മാരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ട്. ഇപ്പം പാട്ടുകാർ, എന്താ പറയുക, സംഗീത സംവിധായകർ, പാട്ടെഴുത്തുകാർ, ഇവരൊക്കെ തന്നെ ഉണ്ട്. അവരെ ആരും ഞാൻ വിളിക്കാനുള്ള കാര്യം വെച്ചാൽ എൻ്റെ കൂടെ സിനിമയിലൂടെ സഞ്ചരിച്ചവരാണ് എല്ലാവരും. ഇപ്പോൾ ശരി പറഞ്ഞല്ലോ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു സിനിമ ചെയ്തില്ല. എന്നെ സംബന്ധിച്ചോളം ഇവരാരും